ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പുട്ട് തയ്യാറാക്കിയാലോ. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങയും ക്യാരറ്റും കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. 5 മിനിറ്റ് നേരം മതി. നമ്മുടെ പുട്ടുപൊടിയൊക്കെ നല്ലതുപോലെ നനഞ്ഞ് വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ഈ ക്യാരറ്റും തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന് പകരം പാല് ചേർത്ത് നനച്ചെടുത്താലും മതി. പാൽപ്പൊടിയാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി പുട്ടുകുറ്റിയിലേക്ക് മാവിട്ട് ആവിയേറ്റാനായിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ് മാത്രം മതി. വളരെ സോഫ്റ്റായിട്ട്